കോൺഗ്രസും നാഷണൽ കോൺഫറൻസും കശ്മീരിലെ യുവാക്കളുടെ കയ്യിൽ വീണ്ടും ആയുധം നൽകാൻ ആഗ്രഹിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയത്തിലെ 3 കുടുംബങ്ങളാണ് ജമ്മു കാശ്മീരിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ഇന്ന് കശ്മീർ മാറ്റത്തിന്റെ പാതയിലാണെന്നും വികസനം മോദിയുടെ ഉറപ്പാണെന്നും ശ്രീനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. हमारे बीच आज हमारे देश के प्रधानमंत्री, विश्व प्रसिद्ध प्रधानमंत्री आदरणीय मोदी जी विराजमान है। मोदी जी का जोरदार स्वागत तालियों के साथ में, तालियां जोरदार बजाइए, जोरदार स्वागत। കശ്മീരിൽ ബിജെപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെത്തിയത്. ഷേരി കശ്മീർ പാർക്കിൽ മേഖലയിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം റാലിയിൽ പങ്കെടുത്ത നരേന്ദ്രമോദി ജമ്മു കശ്മീരിന്റെ സുസ്ഥിര വികസനം ഉറപ്പാക്കുമെന്ന് ജനങ്ങൾക്ക് വാക്ക് നൽകി. കോൺഗ്രസിലെയും നാഷണൽ കോൺഫറൻസിലെയും PDPയിലെയും 3 കുടുംബങ്ങളാണ് മുൻപ് ജമ്മു കശ്മീരിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ഇന്ന് താഴ്വര മാറ്റത്തിന്റെ പാതയിലാണ്. എന്നാൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും യുവാക്കളുടെ കയ്യിൽ വീണ്ടും ആയുധം നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. कुछ दिन पहले जब मैं जम्मू कश्मीर आया था तो कहा था कि जम्मू कश्मीर की बर्बादी के लिए 3 खानदान जिम्मेदार है। कांग्रेस, NC और PDP के 3 खानदान फेल हुए थे. ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ വിജയമാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും യുവാക്കൾക്ക് തൊഴിലും നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ശ്രീനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലെ വൻ ജനപങ്കാളിത്തം കശ്മീർ മേഖലയിലും BJPയുടെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. ശ്രീനഗറിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.